ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 10, പേജ് നമ്പർ 644. അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. പദാനുപദം. അഭ്യാസേ അപി, പ്രായോഗികമായി പോലും, അസമർത്ഥ അസി, നീ അസമർത്ഥനാകുന്നെങ്കിൽ, മത് കർമ്മ പരമഃ, എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിനു സമർപ്പിതനായി, ഭവ ഭവിക്കുക, മദർത്ഥം എനിക്കു വേണ്ടി, കർമാണി കർമ്മങ്ങളെ, കുർവൻ അപി ചെയ്യുന്നവനായാലും, സിദ്ധിം അവാപ്സ്യസി നീ സിദ്ധിയെ പ്രാപിക്കും. വിവർത്തനം. ഭക്തിയോഗത്തിനു വേണ്ടുന്ന നിബന്ധനകൾ അനുഷ്ഠിക്കാൻ നിനക്കു കഴിവില്ലെങ്കിൽ എനിക്കു വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കൂ. എനിക്കായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നീ പരിപൂർണതയിലെത്തും. ഭാവാർത്ഥം. ആധ്യാത്മിക ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ ഭക്തിയോഗത്തിൻ്റെ നിബന്ധനകൾ അനുഷ്ഠിക്കാൻ ഒരാൾക്ക് സാധ്യമല്ലെങ്കിൽ ഭഗവാനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടും അയാൾക്ക് പരിപൂർണ നിലയിലെത്താം. ഈ കർമാനുഷ്ഠാനം എങ്ങനെയെന്ന് 11-ാം അധ്യായത്തിലെ 55-ാം ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ സൗമനസ്യമുണ്ടാവണം. കൃഷ്ണാവബോധ പ്രചരണ പ്രവൃത്തിയിലേർപ്പെട്ടവരായി അനേകം ഭക്തന്മാരുണ്ട്. അവർക്ക് സഹായം ആവശ്യമാണ്. ഭക്തിയോഗത്തിൻ്റെ നിബന്ധനകൾ പരിശീലിക്കാനാവാത്തവർക്കും ഈ പ്രയത്നത്തെ സഹായിക്കാൻ ശ്രമിക്കാം. ഏതൊരു പ്രയത്നത്തിനും ആവശ്യമാണ് ഭൂമി, മൂലധനം, സംഘടന, തൊഴിൽ എന്നിവ. ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ അതിന് യോജിച്ച സ്ഥലവും പണവും, പ്രവൃത്തി ചെയ്യാൻ മനുഷ്യരും, വികസിപ്പിക്കാൻ സംഘടനയുമൊക്കെ വേണം. ഭഗവത് സേവനത്തിനും ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ ഭൗതികതാ ബോധത്തിൽ ഒരാൾ ഇന്ദ്രിയ സുഖത്തിനായി പ്രവർത്തിക്കുന്നു എന്ന ഒരു വ്യത്യാസമേയുള്ളൂ. അതേ പ്രവൃത്തി തന്നെ കൃഷ്ണൻ്റെ പ്രീതിക്കായി ചെയ്യാം. അതാണ് ആധ്യാത്മിക പ്രവർത്തനം. സമ്പന്നനായ ഒരാൾക്ക് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായി ഒരു ഓഫീസോ ക്ഷേത്രമോ ഉണ്ടാക്കുന്നതിന് സഹായിക്കാം. അല്ലെങ്കിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് സഹായിക്കാം.
ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള മേഖലകൾ പലതുമുണ്ട്. അത്തരം പ്രവൃത്തികളിൽ താത്പര്യം വളർത്തിയെടുക്കേണ്ടതാണ്. തൻ്റെ കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കാത്ത പക്ഷം അയാൾക്ക് അതിലൊരു ചെറിയ ശതമാനമെങ്കിലും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിനായി ചെലവാക്കാവുന്നതാണ്. കൃഷ്ണാവബോധത്തിനു വേണ്ടിയുള്ള ഈ സ്വമനസാലെയുള്ള സേവനം ഈശ്വരപ്രേമത്തിൻ്റെ സമുന്നതിയിലെത്താനും പരിപൂർണത നേടാനും സഹായകമാവും. ഹരേ കൃഷ്ണ.